ഹായ്, നമസ്കാരം. ആലോചിക്കാൻ പറ്റൂ, നമ്മൾ അങ്ങനെ തുടങ്ങണ്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെയും മൈൻഡ് ഗെയിംസിൻ്റെ ഒക്കെ പിന്നാലെയായിരുന്നു. അതിന് വലിയ സന്തോഷ വാർത്ത കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും പുനരാരംഭിക്കണം. നമ്മൾ റോഡ് ട്രിപ്പ് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചേട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ഗെയിംസിൽ കൂടുതൽ എഫേർട്ടുകൾ ഇടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു സംഭവത്തിൽ വന്ന് നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറിയതുകൊണ്ട് നമുക്ക് റോഡ് ട്രിപ്പ് വീണ്ടും പുനരാരംഭിക്കാൻ പറ്റി. അല്ലെങ്കിൽ നമുക്ക് 7 ദിവസം നമ്മൾ ഇതിൻ്റെ പുറകെയായിരുന്നു. അതെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മുടെ മൈൻഡ് ഗെയിംസ് വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിലേക്ക് മാറാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങണ് നമ്മുടെ ട്രാവൽസ് ഫാമിലിക്ക് എന്നിട്ട് വേണ്ട ആൻഡപ്പൻ്റെ യാത്ര, ആൻഡപ്പൻ്റെ ഓവർലാൻഡിങ്ങാണ് വേണ്ടത്. അതെ, അപ്പോൾ നമ്മൾ തുടങ്ങണം കേട്ടോ. 5-6 ദിവസമായി നമ്മൾ സിയാറ്റിൽ നിന്ന് വന്നിട്ട് വിശാലാണ്ടൊക്കെ യാത്ര പറഞ്ഞ് അനിലിനെ ബോർഡറിൽ നിന്ന് പിക്കപ്പ് ചെയ്ത്, ബോർഡറിൻ്റെ പേര് പീസാർച്ച് വാൻകോറിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു 10,000 കിലോമീറ്ററോളം ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിനായിട്ട്, ശരിക്കും മൈൻഡ് ഗെയിംസിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്ങിനായിട്ട് ഇവിടെ ചിലവഴിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സീരീസിന് ഒരുപാട് നിങ്ങൾക്കറിയാലോ ഷോർട്സുകളും അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളും എഫേർട്ടും. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു 10,100 വീഡിയോകൾ ചെയ്തിട്ട് അതിൻ്റെ പീക്കാണ്. നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല സങ്കടമായിരുന്നു കണ്ടിട്ട്. അല്ല, അതിനൊരു റിസൾട്ടായിട്ട് വന്നല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് 14 നമ്പർ റൂമിലാണ് താമസിച്ചത്. നമ്മളിപ്പോൾ ഒരു മോട്ടറിൽ എടുത്തു. നമ്മൾ 2-3 ദിവസമായിട്ട് മോട്ടറിലാണ് താമസിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ ഷോട്ടുകളും കുറേ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അമേരിക്കൻ യാത്ര തുടങ്ങണ ഒരു അടിച്ചുപൊളി യാത്ര, ഒരു ഹാപ്പി മൂഡ്. ചിക്കാഗോ വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിക്കാനും, അതെ, സന്തോഷിച്ച് അടിച്ചുപൊളിച്ച് ചിക്കാഗോ വരെ നമ്മൾ യാത്ര തുടങ്ങണ്. ട്രാവലിസ്റ്റയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലെ നമുക്ക് തുടങ്ങണം, പരിപാടി തുടങ്ങണം. നീ എടുത്തോ, കുറച്ച് ഷൂട്ട് ചെയ്യണം. ഇനി നമ്മൾ ക്യാരക്ടർ മാറി, നമ്മൾ ക്യാരക്ടറിൽ നിന്ന് ബിൽഡപ്പായി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ചെക്കൻ്റെ ചൂട്ടുപോലി നെറ്റ്ഫ്ലിക്സിലേക്ക് നമ്മളെ കയറ്റിയത്. കപ്പിത്താൻ ഇവിടെ ഉണ്ട് കേട്ടോ. കളി തുടങ്ങാൻ പോകണം. അമേരിക്കൻ എക്സ്പെഡീഷൻ അണ്ടിൽ ചിക്കാഗോ. നമുക്കപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ? രാവിലെ കാപ്പി കുടിച്ചിട്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. നമുക്ക് റൂട്ട്, നമ്മൾ പോണ റൂട്ടുകളൊക്കെ നമുക്ക് പറയാട്ടാ. അമേരിക്കയിൽ ഏത് റൂട്ട് കൂടിയാണ് നമ്മൾ ചിക്കാഗോ വരെയുള്ള റൂട്ട് പിടിക്കണമെന്നുള്ള കേസ് കപ്പിത്താൻ പോറല്ലേ? തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ കപ്പിത്താൻ മാറേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് ഒരു ഗ്രേവ്സ് ക്രീക്ക് ഫോൾസ് കൊണ്ട് ഫോൾസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തെന്നാ പറയാ, വിഷ്വലിൻ്റെ ഒക്കെ ഇല്ലേ അപ്പാപ്പൻ. എനിക്കത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. അത് ഇംഗ്ലീഷിൽ ഇനി വരാൻ പോകണം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ അത് കാരണം നമുക്ക് മലയാളത്തിൽ പറഞ്ഞ സംഭവം ഇനി വരില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ഡ്രോൺ ഷോട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ സെമിട്രി ഷൂട്ടിങ്ങും സംഭവങ്ങളും, പിന്നെ നമ്മുടെ ഡൊറോത്തി അമ്മാമ അല്ലേ, നമ്മളെ ലൊക്കേഷൻ കുറേ നോക്കി നമ്മൾ വേറൊരു ടെറൈനിലേക്കൊക്കെ എത്തിപ്പെട്ടു. ഡൊറോത്തി അമ്മാമൊക്കെ ഹെവി കാഴ്ച വെച്ച അതൊക്കെ ആയിരിക്കുള്ളൂ ആ എപ്പിസോഡ് കണ്ടത്. നമ്മളത് രണ്ടാമത്തെ എപ്പിസോഡ് അയച്ചു കൊടുത്തപ്പോഴാണ് തോന്നുന്നത് ഇത് കൂടുതലും അവർക്കൊരു സ്ട്രൈക്കിംഗ് ആയിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയൊരു ന്യൂസായി. എനിക്കത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടും അതിൻ്റെ സന്തോഷം തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതന്നെ ഇരുന്ന് പറയുന്നേട്ടാ. എന്തായാലും അടിപൊളി. നമ്മളിപ്പോഴല്ലേ അമേരിക്കയിലേ ഫോൾ സീസണിലാണ്. ചിന്തിക്കാൻ പറ്റാത്ത വിഷ്വലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോണത്. എന്തായാലും നമ്മൾ പിടിക്കണം. നമ്മളിപ്പോൾ ഈ സ്ട്രീറ്റിലും വഴികളൊക്കെ പോകുമ്പോൾ വെറുതെ മഞ്ഞ പച്ച ചെമ്പ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അത് വേറെ കേസ്. ഒരു ചായ കുടിക്കാനുള്ള മൂട് പിടിക്കാം അവരൊക്കെ നിൽക്കണം. നമ്മൾ ആ വഴിക്കണം. നമ്മളൊരു ലോക്കൽ കാപ്പി കുടിക്കാൻ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ കിട്ടാണ്ടായപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ടാ. ഇല്ല, കാപ്പി കുടിക്കുന്നിടത്ത് ഇൻട്രോ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഒരു ചെറിയ ടൗൺ ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാപ്പി കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ ഡാഹോല് ഈ ഒരു സിറ്റിയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ട്രക്കുകളുടെ ബിസിനസ്. ട്രക്കുകൾ എല്ലായിടത്തും ഇങ്ങനെ വരിയായിട്ട് ട്രക്കുകൾ വിൽക്കാൻ വെച്ചിരിക്കണ്ടാവും. രക്ഷയില്ല. ചവർലെറ്റ് ഉണ്ട്, എല്ലാ കമ്പനികളും ഉണ്ട്. പിന്നെ ഫുള്ള് ഇവിടെ ഒരു കൃഷി സ്ഥലം ആയതുകൊണ്ട് തന്നെ കുറേ അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം, ആൾക്കാരെ കാണാം. ഒരുവിധം എല്ലാ വണ്ടികളും ട്രക്കുകളാണ്. അതെ, ട്രാക്ടറുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂടാ. പിന്നെ ഇവിടെ പഴയ കഫറ്റീരിയകൾ, ബാറുകൾ ഒക്കെ നമുക്ക് എന്താ പറയുക, വേറെ ലെവല് കാഴ്ചയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആകെയുള്ളൊരു സാംസ് കഫേ. ഇവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ചിട്ടാവാം നമ്മൾ ഇന്നത്തെ തുടങ്ങണ്ട. നമ്മുടെ റൂട്ട് നമുക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. അമേരിക്കൻ സീരീസ് എവിടെ നിന്ന് പിടിക്കേണ്ടതെന്ന് നിങ്ങളോട് പറയണ്ടേ? ഓ, നൈസ് അല്ലാണോടാ. ഭയങ്കര ഫ്രഷ്നെസ് ആണ്. നമ്മൾ ഇത്രയും നാളെ യാത്ര ചെയ്തിട്ട് ഈ ഫോൾ സീസണിലൊന്നും ഒരിക്കലും. പിന്നെ നോർവേ, ഫിൻലാൻഡൊക്കെ ഇപ്പോൾ എമ്മരത്ത് റേഞ്ച് ആയിരിക്കും.
നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു സമയത്ത് ഇവിടെ വന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയിട്ട് നമുക്ക്. എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷനിൽ നമ്മളൊരു കഫറ്റീരിയയിൽ ഒന്ന് കഫ് അടിക്കാൻ പോകണം കേട്ടോ. ഒരു കഫ് എടുത്തിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇലകളൊക്കെ ഇങ്ങനെ കൊഴിയാൻ വേണ്ടി കൊതിച്ചിരിക്കുക കേട്ടോ. അമ്മേ എന്നിവിടെ പുഴുവാണത് അല്ലല്ലേ. ഇത് വേറൊരു ലെവല് കാഴ്ച. നമുക്കൊരു കണ്ണിന് നമ്മൾ ഇത്രയും നാൾ കാണാത്ത കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു പരിചയമുണ്ടെങ്കിലും ഫോൾ സീസണിലത്തെ ഒരു ഭംഗി അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്കൊരു കാപ്പി കുടിക്കാനായിട്ട് കയറാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഡൊമിനോസിൽ 2 പിസ്സ കഴിച്ചിട്ട് രാത്രി വയറ് നടത്തി കിടന്ന് തുടങ്ങിയിട്ടേ. നമുക്ക് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ബമ്പ കഫേ കേട്ടോ. അല്ലേ ബമ്പ കഫേ. നമുക്ക് ഇവിടെ ഹലോ നമുക്ക് ഇവിടെ വന്നിരുന്നേ. അല്ലേ ഇന്റർമീഡിയറ്റ് മറക്കണ്ട. കോഫി മാത്രമല്ലോ. കോഫി മാത്രം. ഈ മാസത്തെ ഇവിടുത്തെ ഹാലോയിങ് മാസമായതുകൊണ്ടല്ലോ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ശവശരീരങ്ങളും അസ്ഥികൂടങ്ങളും എല്ലാം. ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ആ ചെറിയൊരു ടൗണിൽ 11 മണിക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഫുള്ള് മനുഷ്യന്റെ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി റോഡ് സൈഡിൽ മറ്റേ സ്റ്റോപ്പ് എഴുതിയൊക്കെ ഒരാളെ ചാരി വെച്ചിരിക്കും. അവിടെ വെച്ചിട്ട് വണ്ടിയുടെ കീയും കയറാനുള്ള ഉള്ളില്. അതൊരു ഭയങ്കര ഇൻസിഡന്റ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു ഞങ്ങള്. നമുക്കുള്ള കാപ്പി വന്നോട്ടാ. നൈസ് കാപ്പി. ഒരു ജഗ്ഗടൊക്കെ വന്നിരിക്കണല്ലേ. ഇത്രയും കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പയ്യണ്ടാവും. ഇന്റർമീഡിയറ്റ് പൊട്ടിക്കോ. പക്ഷെ മധുരടാൻ പാടില്ലട്ടാ. മധുരമൊന്നുമില്ല. മധുരട്ട് കഴിഞ്ഞാൽ പോയി. നമ്മുടെ അപ്പുറത്തിരിക്കുന്ന അപ്പാപ്പനെ അമ്മാമ്മയുണ്ട്. അവരുടെ മോന്റെ മോളിലൊക്കെ ഫാമിലി ഫോട്ടോ ഉള്ള ഷർട്ട് നമ്മുടെ നാട്ടിലാരും കിട്ടണക്കോ അല്ലേ. നമ്മുടെ നാട്ടിലാരും പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു ഫോട്ടോ ഷർട്ടിന്റെ ഉള്ളില് അടിപൊളിയായിരുന്നു. എന്നിട്ട് അപ്പാപ്പ എന്ത് ഹാപ്പി ആയിട്ട് പോണെന്നറിയോ. പക്ഷെ അത് ശ്രദ്ധിച്ചത് നന്നായി. ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഒരു വെറൈറ്റി ഒരു കളർഫുൾ അപ്പാപ്പൻ. അതിൻ്റെ ഉള്ളൊരു ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാൻ പറ്റും. എന്തായാലും ഒരു അപ്പാപ്പനെ ഒരു ഹമ്പിൾ അപ്പാപ്പൻ. അപ്പാപ്പൻ 2-3 പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ അപ്പാപ്പൻ നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു. ഇനി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ചിരിക്കാൻ പറ്റില്ല. So if somebody gets a bigger piece, I'm not in trouble. No. Thank you. There you go. Does that work? Yeah, perfect. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈ ഇഡാഗോ സിറ്റിയിൽ ഇന്ന് പൊളിക്കാൻ പോവാ. ആദ്യത്തെ ദിവസം തീരുമാനം എടുക്കുമ്പോഴേക്കും പൊളിഞ്ഞു എടുക്കാം. കുഴപ്പമില്ല. അപ്പം നല്ലൊരു ചട്ടിനി ഉണ്ട് കൂടെ. ചട്ടിനി കൊണ്ട് എന്നിട്ടത് തൈരാണോ? അത് തൈരായിരിക്കും. അല്ലെങ്കിൽ ക്രീമായിരിക്കും. ഫ്രഷ് ക്രീം എന്തോന്നുണ്ടോ കട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പൊറോട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള പരിപാടി പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സാധനം. അടിപൊളി വിഷ്വലൈസ് അടിപൊളിയാ കാണുമ്പോ. ഇളകുന്നുണ്ട്. പോർക്കാണോ അത് ബീഫാണോ? അത് ബേക്കണാണ്. അതിൽ ഫില്ലിംഗ് ഒക്കെ ഹെവി ആട്ടാ. എഗ് ഉണ്ടെന്നോളൂ. എഗ് ബേക്കൺ എല്ലാം കൂടിയുള്ള സാധനം. ബേക്കൺ, ഒനിയൻസ്, ചീസ്. അമേരിക്കൻ സ്റ്റൈല് ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് സാധനം ഉണ്ടാകും. ഒരു ചെറിയ റൊട്ടി, ഈ ചീസ് ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു പോർക്കാന്നുണ്ട്. പോർക്കിൻ്റെ ഇതുണ്ട്, പിന്നെ മറ്റേതുണ്ട് കേട്ടോ സോസേജ്. നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ പോണ റൂട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ അമേരിക്കയുടെ നിങ്ങൾക്കെല്ലാവർക്കും അമേരിക്കയുടെ മാപ്പാണത്. ഇതിൽ 48 സ്റ്റേറ്റ് ഓൺലൈൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സുകളും പിന്നെ ഹവായും അലാസ്ക വേറെടാ. അലാസ്കയിൽ നമ്മൾ ഈ നോർത്ത് ടിപ്പിലേക്ക് നമ്മൾ ദിവസം എത്തും. തമ്പരാൻ സാധിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആൾക്കാരുടെ അടുത്ത് ഒന്നുകൂടി നമ്മൾ പറയണം. നമ്മുടെ ഡാലസിൽ നിന്ന് തുടങ്ങി ഒക്ലഹോമ വഴിക്ക് കാൻസസ് കയറി കൊളറാഡോ കയറി. കൊളറാഡോയിൽ നമ്മൾ അമേരിക്കയിലെ 4 സ്റ്റേറ്റുകൾ ഒന്നിക്കണ ഈ ഒരു പോയിന്റിലെത്തി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. അവിടെ നമ്മൾ ഫീനിക്സിലേക്ക് ഇറങ്ങി. ഫീനിക്സ് എന്ന് പറഞ്ഞാൽ അരിസോണ സ്റ്റേറ്റിലേക്ക് ഇറങ്ങി. അരിസോണ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ കാലിഫോർണിയ ലോസ് ആഞ്ചലസ് പോയി. ഈ ലോസ് ആഞ്ചലസ് നമ്മൾ ഈ റൂട്ട് പിടിച്ചു. 365 നമ്മുടെ ഡെത്ത് വാലി ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ആയിരുന്നു. നമ്മൾ അമ്മരുത് വീഡിയോസ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സാൻ ജോസിൽ നമ്മുടെ സൈബർ ട്രക്കൊക്കെ വീഡിയോ നിങ്ങൾ ചെയ്തു. ഈ ഒരു സാൻ ജോസ് ഏരിയയിലാണ്. സാൻ ഫ്രാൻസിസ്കോ അടിച്ചു, SF അടിച്ച് നമ്മൾ ഈ റൂട്ട് ഇവിടെ അങ്ങനെ കയറി നമ്മൾ ഇവിടെ പോർട്ട്ലാൻഡ് വരെ എത്തി. ഒറീഗണിൻ്റെ ടോപ്പിൽ നമ്മൾ പോർട്ട്ലാൻഡ് പോയിട്ട് മറ്റേ സാമ്പാറും ചോറൊക്കെ ചെയ്ത് ഈ ഒരു സൈഡിലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഹോം ടൗൺ ആയിട്ടുള്ള സിയാറ്റിലേക്ക് എത്തിയതാണ് നമ്മുടെ ജീവിതത്തിൽ പല ടേണിംഗ് പോയിന്റ് അല്ലേ. ചെക്കൻ വന്നു, വിശാലാട്ടം വന്നു. വിശാലാട്ടനിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഈവൻ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു പുഷിങ് പോലും സിയാറ്റിൽ നിന്നാണ്. വിശാലാട്ടനൊക്കെ ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട് അതിൽ. അതൊരു വേറെ മൊമെൻ്റ് ആണ്, പറയാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഒരു ബിഗ് ബ്രദറിനെ ആസ് എ ക്രിയേഷനൊക്കെ മാറ്റി ഒരു ഹ്യൂമൻ ബീ എന്ന നിലയ്ക്ക് വിശാലാട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നൊരു ബിഗ് ബ്രദറിന് തുല്യമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതിനെ ഞാൻ എന്നെ പ്രൗഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ സിയാറ്റിൽ എത്തണു. സിയാറ്റിൽ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വന്ന് നിർത്തി.
പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ സിയാറ്റിൽ നിന്ന് 19-ാം തീയതി വിശാലണ്ടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടെ വന്ന് വാൻകോർ ഇവിടെ ഈ കാനഡ ബോർഡറിൽ നിന്ന് ചെക്കനെ പറക്കി. ചെക്കനും പെണ്ണും വന്നിട്ട് ചെക്കനെ ഇറക്കിയിട്ട് പോയിട്ട് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സീരീസിന് വേണ്ടി ഈ ഒരു ലൊക്കേഷൻ മൊത്തം നമ്മൾ അഴിച്ച് പറക്കും. 1000 മൈലുകളോളം നമ്മൾ ഇങ്ങനെ കിടന്ന് കളിച്ചു. അതിൽ ഒറീകളിൽ വരെ നമ്മൾ വന്ന് ഇങ്ങനെ ഈ മൂല കുത്തി ഇങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് 4-4.5 മണിക്കൂറുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ 4.5 മണിക്കൂറല്ലോ. അപ്പോൾ യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ 5-6 ദിവസമായിട്ട് കിടന്ന് ഗെയിം കളിക്കുന്നത്. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കിടക്കുന്നത് ഈ ഒരു സൈഡിലാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടത് ഈ ഒരു ഇവിടെയാണ് കണ്ടത്. നമ്മൾ പിന്നെയുള്ള എപ്പിസോഡൊക്കെ ചെയ്ത് ഇവിടേക്ക് ഇറങ്ങി നമ്മൾ ഇവിടേക്ക് 2ാമത്തെ 3ാമത്തെ 4ാമത്തെ എപ്പിസോഡൊക്കെ ചെയ്ത് 3ാമത്തെ എപ്പിസോഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇവിടെ എത്തി. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. നമ്മളിനി മൊണ്ടാന സൈഡിലേക്കാണ് കയറാൻ പോണത്. ഇഡാഹോ എന്ന് പറഞ്ഞ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇഡാഹോയിൽ നമ്മൾ മൊണ്ടാന കയറി. അപ്പോൾ നമ്മൾ മൊണ്ടാനയിൽ നിന്ന് 90 എന്തൊരു പേര് പറയും, 90 എന്ന് നമ്മുടെ ഹൈവേയുടെ പേര്. മൊണ്ടാന ക്രോസ് ചെയ്ത് നമ്മൾ നോർത്ത് ഡക്കോട്ട പോയി. നോർത്ത് ഡക്കോട്ടയിൽ നിന്ന് സൗത്ത് ഡക്കോട്ട വന്നു. സൗത്ത് ഡക്കോട്ടയിൽ മൗണ്ട് റഷ്മോർ കണ്ടു. അവിടെ നമ്മൾ ജസ്റ്റ് വയോമിങ്ങിൽ കയറും. നമ്മളെല്ലാ സ്റ്റേറ്റ് അടിക്കണല്ലോ. അപ്പോൾ നമ്മൾ വയോമിങ്ങിൽ കയറി ബഫലോയിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഒരു ദിവസം നിൽക്കും. അവിടെ നമ്മൾ തിരിച്ച് സൗത്ത് ഡക്കോട്ട വഴിക്ക് മിന്നാപോലിസ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ 90 നമ്മൾ ജസ്റ്റ് അയോവ നെബ്രാസ്ക നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ നെബ്രാസ്കയും അയോവയും നമ്മളതിൻ്റെ ഇടയിൽ പിടിക്കും. ഈ ഒരു ഏരിയയിലൊക്കെ എവിടെയെങ്കിലും മലയാളികൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ, അടിയിൽ നമ്പർ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ പോണ വഴികളൊക്കെ എല്ലായിടത്തും എത്തും. അപ്പോൾ നമ്മളെ മിനിപ്പോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. അവിടെ നിന്നാണ് നമ്മൾ വിൻസ്കോൺസിൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി പതുക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ ചിക്കാഗോ വരെയാണ് ഈ പിടുത്തം പിടിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 സ്റ്റേറ്റ് അടിക്കട്ടോ അല്ലേ. ഇതിൽ നമുക്ക് മിസോറി ഉണ്ട്. മിസോറി എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഒരു ലാപ്പിൽ നമ്മൾ ചിക്കാഗോ വരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ചിക്കാഗോ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഇറങ്ങി വരണം. ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത ലാപ്പിലേക്ക് പവറാക്കല്ലേ. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അമേരിക്കൻ സീരീസ് തുടങ്ങിയപ്പോൾ ഒരുപാട് മെസ്സേജ് ഹായ് മാത്രമേ വരണുള്ളൂ ആ നമ്പറിൽ നിന്ന്. പക്ഷേ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഹായ് നിങ്ങൾ എവിടുന്ന് എന്നുള്ളൊരു വോയിസോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ഹായ് പറഞ്ഞു അങ്ങോട്ട് ഹായ് പറയുമ്പോൾ നമുക്ക് ട്രാവലിൽ നിങ്ങൾക്കറിയാലോ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഈ പോണ വഴിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുമുട്ടാം. ഹായോടൊപ്പം നിങ്ങൾ എവിടുന്നാണ് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഇട്ടോളാം. ഹായ് മാത്രം ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പല സ്ഥലത്തും കുറവാണ്. പിന്നെ നമ്മൾ റൂട്ടിലല്ല ഷൂട്ടിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ കറക്റ്റ് മാറ്റർ നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ അടിപൊളിയായി. പിന്നെ ഒപ്പം തന്നെ ഈ ഒരു യാത്ര നിങ്ങളുടെ ബ്രാൻഡുകളോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും കണ്ടൻറ്റുകൾ നിങ്ങളുടെ അവിടെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടൻറ്റുകൾ സ്ഥലങ്ങളേക്കാൾ ഉപരി കണ്ടൻറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ സജസ്റ്റ് ചെയ്യാം. ആ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുക കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത തരത്തിലുള്ള കണ്ടൻറ്റുകൾ വിഷ്വലൈസേഷൻ നമുക്ക് എവിടെ പോയാലും കിട്ടും. വിഷ്വലിന് നമുക്കൊരു കുറവില്ല. അപ്പോൾ സ്ഥലങ്ങളേക്കാൾ ഉപരി എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പറ്റിയിട്ടോ സ്പെഷ്യൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂട്ടോ. പിടിക്കല്ലേ നമുക്ക്. കപ്പിത്താൻ നീ ഒരുങ്ങിയിരുന്നോട്ടെ. അത് അടിക്കാൻ പോകണം നമ്മൾ. പിടിക്കല്ലേ എത്തും. നമ്മെത്തിരിക്കും. നീ എന്തൊരു സംശയമുള്ള പോലെ പകുതിയിൽ വെച്ച് നീ പോവില്ലല്ലോ. ലെറ്റ്സ് ഗോ ജിമ്മി ചാൻ. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോകട്ടോ. ഇവിടെ ഫുള്ള് തോടുകളും അരുവികളും ഭയങ്കര നാച്ചുറലായിട്ട് ബ്യൂട്ടി നമുക്കിവിടെ കിട്ടൂട്ടോ. എന്തുട്ടാ ഭംഗിന്ന് വെച്ചിട്ടാ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹൈവേയിലേക്ക് ക്രോസ് ചെയ്യണം. കാമറോൺ അവന്യൂ വാൾഡർണർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പെട്രോൾ അടിക്കണം. അന്തു വിളിക്കണ അല്ലേ? പെട്രോൾ അന്തുവിനെ വിളിച്ച് അപ്പോൾ അന്തുവിൻ്റെ പേര് വായല്. അന്തു വിഷു എന്നൊക്കെയാണ് വരണ വായല്. അപ്പോൾ നമ്മൾ പതുക്കെ ഹൈവേയിൽ കയറാൻ പോട്ടാം. പുറത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ ഷോട്ടിൻ്റെ ഒപ്പം ഇടാം. വേറൊരു ബ്യൂട്ടിഫുൾ മൂഡാട്ടാ.
എക്സിറ്റ് എടുത്തോട്ടാ. നമുക്ക് പെട്രോൾ അടിക്കണം. നമ്മുടെ കപ്പിത്താൻ നല്ല കുടിക്കുന്നുണ്ട് പെട്രോളിന്. നല്ല ഒരു സ്പോൺസർഷിപ്പ് വരണല്ലോ നമുക്ക്, അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ലല്ലോ. പെട്രോൾ അടിക്കാനെങ്കിൽ സ്പോൺസർഷിപ്പ് ആണല്ലോ. എന്നോട് തള്ളാൻ പറയുന്നത് ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല എൻ്റെ മോന്. അനിലെന്താ വരുമ്പോ തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോ അവനറിയാം സാറിനൊപ്പം വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. അവൻ വരുമ്പോ ക്രെഡിറ്റ് കാർഡ് വീട്ടിൽ വെച്ചിട്ട് പോന്നു. കാർഡ് മിസ്സായത് തമാശ പറഞ്ഞാ. അപ്പൊ നമ്മള് നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് മോർ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ചെലവുണ്ട് അതിനനുസരിച്ച്. അതെ, നമ്മളിവിടെ വരുമ്പോഴേ 1952 കേസിനോ ഇത് ഭയങ്കര സംഭവം. 1900 മോട്ടൽ ഗ്യാസ്, RV പാർക്ക്, കാസിനോ എല്ലാം ഉണ്ട് കേട്ടോ. 1952 ഇവിടെ ഇങ്ങനെ കുറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഹോട്ടലുകളും 1800 ഭയങ്കര ഹിസ്റ്ററി ടച്ചുള്ള കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാം കേട്ടോ. സിൽവർ ഡോളർ നമ്മുടെ മോട്ടല്, അതവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് താമസിക്കാം. നെറ്റ്ഫ്ലിക്സിന്റെ പൈസ വന്നാൽ നമുക്ക് അതിലൊക്കെ താമസിക്കാൻ പറ്റുമോ? നമ്മളത് വെയിറ്റ് ചെയ്യണം കുറച്ച്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഹോളിഡേ ഇന്നിലൊക്കെ പോയി താമസിക്കാം അല്ലേ? അപ്പൊ നമ്മൾ എക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളാണ് ഇപ്പൊ ഇന്ന് അടിക്കാൻ പോണത്. നമ്മള് എല്ലാ ബ്രാൻഡും മാറി അടിക്കണ്. വേറെ കേസ് ഇവിടെ എത്ര പെട്രോൾ നോക്കട്ടോ, റേറ്റ് കൂടുതലാണ് നോക്കി. എത്ര? $3.21 ആണ് ഒരു ഗാലൻ പെട്രോളിന്. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 3.7 എന്താണ്, എനിക്കത് ഓർക്കണില്ല. ആർക്കെങ്കിലും അറിയാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോട്ടാ. അപ്പോൾ നമ്മൾ എക്സോൺ 3.21, ഡീസലിന് 3.55 കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ പരിപാടിയിലേക്ക് തുടങ്ങാം. നമ്മൾ പിൻ നമ്പർ അടിക്കുന്നു, റിമൂവ് കാർഡ്, ഓതറൈസിങ്, റെസിപ്റ്റ് വേണ്ട. നമ്മൾ 87 എടുക്കണു. കപ്പിത്താൻ നല്ല കുടിക്കിട്ടാ, വയ്യാണ്ടാവണ്ട നിന്റെ കുടി. ഇത്തിരി കൂടുതലാണ് കുടി നിനക്ക്. ഓണാവണില്ലടാ, ഒന്നും ഉണ്ടാക്കണ്ടത്. പൈ കുടിക്ക് നിനക്കാ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ കുടിക്കാനുണ്ടല്ലേ? നല്ല കുടിക്കണടാ. നമുക്ക് നാട്ടിലത്തെ നോക്കുകയാണെങ്കിലേ 1 ലിറ്ററിന് 4-5 മൈലേജ് ഉള്ളൂ. അമേരിക്കയില് 4-5 മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈലേജ് കുറവാണ്. ഫോർഡിന്റെ ട്രക്ക് അല്ലേ, അപ്പൊ അതിന്റേതായ ഒരു ചെക്കൻ്റെ ഉള്ളിലിരിക്കുമ്പോ കപ്പിത്താനിലിരിക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ഇടിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നൊരു കോൺഫിഡൻസ് ഇല്ലേ, അതുണ്ട് ഇല്ലേ വണ്ടി ഓടിക്കുമ്പോൾ. ഇതിനെ കുറിച്ച് ചിന്തിക്കണില്ല, എന്നാലും നമുക്ക് സേഫ്റ്റി ഫസ്റ്റ്. ഒരു ഹെവിയാണ് വണ്ടി. അതെ കഴുകിക്കാം. ഇവിടെ പിന്നെ പമ്പില് ഇതെല്ലായിടത്തും സുലഭമായിട്ടുണ്ട് അല്ലേ? അതെ, നമുക്ക് വീഡിയോ എടുക്കണ കാരണം ഇവിടെ അതൊക്കെ ഒരു ഗുണാട്ടോ. നമ്മുടെ നാട്ടിലിപ്പോ ഐസുള്ള പോയതിനുള്ളിൽ ഐസാട്ടോ. നമ്മുടെ നാട്ടില് അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും കയറി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് നമ്മൾ പറയണോട്ടോ. ഇപ്പോൾ ഇന്ത്യൻ ഓയിലിലൊക്കെ ആൾക്കാർ എടുക്കുന്നതുകൊണ്ട് അല്ലേ? വെച്ച് തുടങ്ങി. വാഷ്റൂമൊക്കെ ശരിക്കും ഇപ്പം നല്ലതായി. നമ്മൾ മറ്റേ കപ്പിത്താനെ കൊണ്ടൊക്കെ ഓൾ ഇന്ത്യ പോയപ്പോൾ വാഷ്റൂമൊക്കെ എന്തൊക്കെയായിരുന്നു അവസ്ഥ എന്ന്. പെട്രോൾ ഒരു വിധം ഫുള്ളായിട്ട് കേട്ടോ. എല്ലാം ഫുൾ ചെയ്തോ. നമ്മൾ $67-68 21 ഗാലൻ കയറിയിട്ടാ. മൊത്തം വണ്ടിയിൽ 27 ഗാലനാ. 27 ഗാലൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 90 ലിറ്ററിന് താഴെ നമുക്ക് ഒറ്റയടിക്ക് കയറിട്ടാ. മൂത്രത്തിൽ പോവാം. സംഭവം തോർത്തിക്കാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട്. 24 മണിക്കൂറാണോ ഇതിനുള്ളൊക്കെ. ഇവിടെയൊക്കെ എന്താണ് നമുക്ക് ഇങ്ങനത്തെ ഷോപ്പുകളില്ലേ, ഇവിടുത്തെ റോ ആയിട്ടുള്ള കുറച്ച് സാധനം കാണാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ ഒന്നും എങ്ങനെയാണെന്ന് അറിയില്ല. ചില കൗണ്ടികളിലത്തെ മാത്രം കാണാൻ വല്ല വെറൈറ്റികളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും കാണാനില്ല. നമ്മൾ കാപ്പി എടുത്തുട്ടാ. സംഭവം കുറച്ച് നേരത്തിൽ കാപ്പി കുടിച്ചില്ലെങ്കിലേ നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവും. അപ്പം അതും പ്രശ്നമാണ്. ഡ്രൈ വെതറാ. ഇപ്പൊ ഇത്തിരി ചെറിയ മാറ്റം വന്നു തുടങ്ങിയെന്നുള്ളേ. അല്ല, പൈൻമരം ഉണ്ട് ഇവിടെ. എന്നാലും ഒരു ചെറിയൊരു വിജനത വന്നു തുടങ്ങിയ തണുപ്പും കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കി കാണാം. അങ്ങനെ നമ്മൾ റൂട്ട് വെട്ടി മിസോള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോണത് കേട്ടോ. നമ്മൾ കൊണ്ടാന സ്റ്റേറ്റിന്റെ ബോർഡറിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഫ്രീ വേന്ന് നേരെ ഇനി ഹൈവേയിലേക്ക് കയറാൻ പോട്ടാ.
അപ്പോൾ ഹൈവേയിൽ കയറുമ്പോൾ നമുക്ക് ഇതേ മൊണ്ടാന എഴുതി കാണിക്കണടാ, ഒരു കരടിയുടെ പടം കൊടുത്തിരിക്കണ്ട മൊണ്ടാനയ്ക്ക്. അടുത്ത സ്റ്റേറ്റ് നമ്മുടെ 14ാമത്തെ സ്റ്റേറ്റ് അല്ലേ, 14ാമത്തെ സ്റ്റേറ്റ്. 12 വാഷിംഗ്ടൺ ആയിരുന്നു. 14ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള മൊണ്ടാനയിലേക്ക് നമ്മൾ എൻട്രി ഇട്ടാ. കരടിട്ടാ. നമ്മൾ ഇടാഹോലിക്ക് ആദ്യത്തെ ദിവസം തന്നെ കയറി. രാത്രിയായിരുന്നു നമ്മുടെ ഇടാഹോലിക്ക് കയറിയത്. രാത്രി നമ്മൾ ഇടാഹോല അവിടെ നിന്ന് ബോർഡിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ ഇവിടെ വന്നപ്പോ അങ്ങനെ ബോർഡൊന്നും കാണാനല്ലോ മൊണ്ടാനയ്ക്ക്. ബോർഡ് കണ്ടില്ല. അപ്പൊ നമ്മള് ബോർഡിന്റെ അവിടെ നിന്ന് നമ്മള് കുറെ കപ്പിത്താനും വെച്ച് നമ്മളൊക്കെ വെച്ച് ഫോട്ടോ കുറെ എടുത്തുട്ടാ. എന്തായാലും ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാണല്ലോ, വേറെ വിഷ്വലാണ്. നിങ്ങൾക്ക് ഞാനിത് എത്ര തവണ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ട് കണ്ട് വേറെ ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് പോണട്ടാ. എന്തായാലും നിങ്ങൾ ഇരുന്ന് കാണ്, നമുക്ക് പതുക്കെ വെച്ച് പിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ പൈൻ മരങ്ങളും ചെറിയ ചെറിയ കുന്ന് ലൈനിലേക്ക് വന്നു തുടങ്ങി, ഡ്രൈനസ് വന്നു തുടങ്ങി. ഈ വെസ്റ്റേൺ കോസ്റ്റിൽ നിന്ന് നമ്മൾ മിഡ്ലാൻഡ്സിലേക്ക് മാറുമ്പോൾ വ്യത്യാസമാവില്ല അല്ല ആണ്ടാ. ഈ മലകളിലൊക്കെ മറ്റേ പൈൻ മരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ചെറുതായിട്ട് അവിടെ ഇവിടെയുള്ള പൈൻ മരങ്ങളുള്ള മലകൾ വന്നുകൊണ്ടുണ്ടെങ്കിൽ ആ കളറില്ല, മറ്റേ മഞ്ഞ കളറും പിങ്ക് കളറുകളൊന്നും ഇല്ല. ഒക്കെ പ്യൂർ ആയിട്ടുള്ള പച്ചയും പിന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുള്ള മലകളും ഇതൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ പോവാണ്. നമ്മളിന്ന് ബില്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊണ്ടാനയിലത്തെ ഒരു സിറ്റിയിലേക്ക് പോണത്. അവിടെ നമ്മുടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. അവരായിട്ടായിരിക്കും നമ്മൾ ഈവനിങ് അവിടെ എത്തുന്നു വിചാരിക്കും അല്ലേ. ബില്ലിങ്സ് വരെ എത്തണം നമ്മൾ. വൈകിട്ട് നല്ല സാമ്പാറും ചോറും കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോണു. കോൾഗാട്ടിലുള്ള ഒരു മലയാളി ഫാമിലി നമ്മൾ ഇന്ന് രാത്രി സ്പെൻഡ് ചെയ്യാൻ പോണത്. അവരൊപ്പം സ്പെൻഡ് ചെയ്യാൻ പോണത്. എന്തായാലും നമുക്ക് വെച്ച് പിടിക്കാം. നമുക്ക് ഇനി ഒരു 5-6 മണിക്കൂറോളം യാത്ര ഉണ്ട് ഇവിടെ നിന്ന്. ഭയങ്കര ഒരു ടെറേനുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കണം. നമ്മൾ ഇത്രയും നാളെ സിയാറ്റിലും ഇടാഹോലൊക്കെ കണ്ടത് ഫുൾ പൈൻ മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ടെറേനിലേക്ക് എത്തിയപ്പോൾ പതുക്കെ പൈൻ മരങ്ങൾ അവസാനിക്കാൻ പോണ പോലെ തോന്നുന്നു. ഇത് അവസാനിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ കൂടാം. പക്ഷേ വെസ്റ്റേൺ കോസ്റ്റ് വിശാലം പറഞ്ഞത് വെസ്റ്റേൺ കോസ്റ്റ് കഴിയുമ്പോഴേക്കും ട്രെയിനേഴ്സ് തുടങ്ങുമെന്ന് പറഞ്ഞ് എന്തായാലും നമുക്ക് നോക്കി കാണാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു കോർണർ ഡ്രൈ ക്രീക്ക് റോഡ്. മിണ്ടേഞ്ഞ വരുന്നേ, പറയാൻ പറ്റില്ല, അപ്പോഴേക്കും വരും ഡ്രൈ ക്രീക്ക് റോഡ്. ചെക്കൻ അപ്പൊ നമ്മൾ വെച്ച് പിടിക്കാം. അല്ല പവറല്ലേ, ആലോചിക്കാൻ പറ്റും. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്നതുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ നിന്ന് തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.